എട്ടാമത് കേരള സ്റ്റേറ്റ് പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2025-26 ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഉദ്ഘാടന കർമ്മത്തിൻ്റെ അധ്യക്ഷനായി ബഹുമാന്യനും ആദരണീയനുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എം വിജയകുമാർ, മുൻ സ്പോർട്സ് വകുപ്പ് മന്ത്രി അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സ്വാഗത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പി ശശിധരൻ നായർ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ എം വിജയകുമാർ സാർ അവർകൾ, അദ്ദേഹം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷൻ മാത്രമല്ല, ഈ സംസ്ഥാന അസോസിയേഷൻ്റെ പാറ്റേൺ കൂടിയാണ്, നമ്മുടെ എല്ലാമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ KR ജ്യോതിലാൽ സാർ IAS, അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം സർവീസിൽ വന്ന അന്നു മുതൽ അദ്ദേഹവുമായിട്ട് സഹകരിച്ച് ഒരുപാട് കായിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് 1993 മുതൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ KC ലേഖ, നമ്മുടെ ധ്യാൻചന്ദ് അവാർഡിയാണ്, വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനാണ്, നമ്മുടെ ഈ അസോസിയേഷനുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് നിൽക്കുന്ന ആളാണ്. കരമനഹരി, തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ വൈസ് പ്രസിഡൻറ്റുമാണ്. നമ്മുടെ ഫാദർ മാത്യു കുര്യന്തൻ CMA അവർ ഈ സംസ്ഥാന അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ അസോസിയേഷൻ്റെ ഒരു നട്ടെല്ലാണ്. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ മധു, നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. AMK നിസാർ, നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ്. അതുപോലെ തന്നെ നിംസിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ വോളണ്ടിയേഴ്സ്, കിംസിൻ്റെ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരിവിടെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 8ാമത് സംസ്ഥാന പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇനാഗുറേഷനാണ്. നമ്മുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം ഈ ചെറിയ ഇതാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് ഒരുപാട് ഇൻ്റർനാഷണൽ കളിക്കാർ നമ്മുടെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ നിതിൻ KT എന്ന് പറയുന്ന കളിക്കാരൻ ഈ അടുത്ത കാലത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ പോയി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ചിട്ട് വന്ന ആളാണ്. അതുപോലെ തന്നെ മുർഷാദ്, ശ്രീറാം മുത്തുരാമൻ, ചാൾസ് തുടങ്ങി ഒരുപാട് ഇൻ്റർനാഷണൽസ് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അതിനേക്കാൾ ഉപരി വീൽ ചെയർ പാരാ ബാഡ്മിൻ്റണിൽ വേൾഡ് നമ്പർ 1 എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്, ആൽഫിയ ജെയിംസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മത്സരം കളിച്ചിട്ടുള്ളത് ആൽഫിയ ജെയിംസാണ്. ഏറ്റവും കാരണം ആൽഫിയ പോകാത്ത മത്സരങ്ങൾ ലോക നിലവാരത്തിൽ വേറെയില്ല, നമ്പർ 1 ആണ് വേൾഡിൽ. അങ്ങനെ ഈ പാരാ ബാഡ്മിൻ്റൺ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് മികവ് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരു പരിധിവരെ കുറേ കാലങ്ങളായിട്ട് എനിക്കും അത് കഴിയുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ എനിക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് നമ്മുടെ പ്രിയങ്കരനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി നിൽക്കുമ്പം ഞാൻ ഒരു കാര്യം പറയാം. അതായത് നാഷണൽ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ നിങ്ങൾക്ക് ഇത്രയും മാത്രം സാധ്യതകളും നിങ്ങൾ ലോക നിലവാരത്തിൽ ഉള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് നടത്തിക്കൂടെ എന്നൊരു സജഷൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രഭാകർ റാവുവാണ്. അദ്ദേഹം ചോദിച്ചു, അതിൻ്റെ പ്രധാന ആളെന്ന് വേറെ ആൾ ഗൗരവാണ്, അതാണ് നാഷണൽ കോച്ചാണ്, പത്മശ്രീ അവാർഡിയാണ്, ഒക്കെ പലതവണ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ടും ഇവരുടെയൊക്കെ ഒരു സമ്മതമുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മൂളാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്നതാണ്, അതാണ് അതിൻ്റെ പ്രധാന കാര്യം. അങ്ങനെയൊക്കെ ഒരുപാട് ഈ മേഖലയിൽ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് അടുത്ത കാലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഈ ഒരുപാട് തിരക്കിന് ഇടയ്ക്ക് ഇവിടെ നിൽക്കുകയാണ്. ഈ മത്സരം ഔദ്യോഗികമായിട്ട് ഇനാഗുറേറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ച് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ KR ജ്യോതിലാൽ സാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ്, അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ എം വിജയകുമാർ സാറാണ്. അദ്ദേഹം ഇല്ലാതെ നമ്മുടെ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡിൻ്റെ ഒരു പ്രോഗ്രാമും ഇല്ല. അദ്ദേഹം ഇതിൻ്റെ പാറ്റേണാണ്. ഓരോ കാര്യങ്ങളും ഇന്നലെ തന്നെ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും 4-5 തവണ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിനോടുള്ള ഏറ്റവും കൂടുതൽ താല്പര്യവും കടപ്പാടും സ്നേഹവും സൗഹൃദവും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ കരമനഹരി തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഏത് കാര്യത്തിനും ഒരു അന്തിമ പരിഹാരം കാണാനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയങ്കരിയായ KC ലേഖയെക്കുറിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല. കാരണം ഇപ്പം മുമ്പ് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ സെക്രട്ടേറിയറ്റിനകത്ത് പുറത്തുനിന്നുള്ള ഒരാളിന് കയറിപ്പോകാൻ പറ്റില്ല. പണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോഴും കയറിപ്പോവാം. അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും കയറണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ തൊട്ടടുത്തുള്ള വാതിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ലേഖയെടുത്ത് എപ്പോഴും പറയും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റി എടുത്ത് വിളിച്ച് പറയും ഇന്ന ആൾ വരുന്നുണ്ട് കയറ്റി വിടണമെന്ന് പറയും. അത് ഈ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിളുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാസത്തിനകത്ത് ഏറ്റവും കൂടുതൽ അതിനകത്ത് കയറിയിരിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. ആ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ കായിക രംഗത്ത് ലോക നിലവാരത്തിൽ നമ്മുടെ ഇന്ത്യയെ എത്തിച്ച ഒരു വ്യക്തിയാണ്. ആ മാഡത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ മാത്യു കിരിയന്തൻ CMA അവർ നമ്മുടെ സംസ്ഥാന അസോസിയേഷൻ്റെ ഇതിൻ്റെ അദ്ദേഹം എന്ത് കാര്യത്തിനും എപ്പോഴും പറയുന്നത് യു പ്രൊസീഡ്, എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഈ പാരാ ബാഡ്മിൻ്റൺ ഇവിടെ നടത്തുന്നത് പിന്നെ സംസ്ഥാന ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ അംഗീകാരത്തോടെയും അതുപോലെ തന്നെ ജില്ലാ ബാഡ്മിൻ്റണിൻ്റെ അംഗീകാരത്തോടെയുമാണ്. കാരണം ദേശീയ തലത്തിൽ തന്നെ ആ തലത്തിലാണ് നടക്കുന്നത്, അന്തർദേശീയ തലത്തിലും അങ്ങനെയാണ്. ബായിയാണ് ഇതിൻ്റെ നേരിട്ടുള്ള കാര്യങ്ങൾ. ബായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നേരിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ശ്രീ മധു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ശ്രീ മധുവിനെ ജില്ലാ സെക്രട്ടറി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഈ നിംസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വോളണ്ടിയേഴ്സ്, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഓഫീസ് ബെയറേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ എല്ലാവരും നമ്മുടെ പ്രത്യേകിച്ചും ഞാൻ ഒരു ചെറിയ കാര്യം പറയുന്നത്, നമ്മൾ ഈ പങ്കാളിത്തം എന്ന് പറയുന്നത് ഈ പങ്കാളിത്തത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിൻ്റെ പാരൻസാണ്. പാരൻസിൻ്റെ സഹായമില്ലാതെ ഒരാളിനും മത്സരത്തിൽ പങ്കെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ 5-6 പേര് ഇവിടെ ഇന്ന് വീൽ ചെയറിൽ വന്നിട്ടുണ്ട്. വീൽ ചെയറിൽ വരുന്ന ഒരാളിന് 2 പേരുടെയെങ്കിലും സഹായമില്ലാതെ വരാൻ പറ്റില്ല. അത്രയും മാത്രം ത്യാഗം അനുഭവിച്ചുകൂടെ വന്നിരിക്കുന്ന പാരൻസിനും ഈ കളിക്കാർക്കും എല്ലാവർക്കും ഈ അസോസിയേഷൻ ഭാരവാഹികൾക്കും ഓഫീസ് ബെയറേഴ്സിനും റെഫറീസിനും ഒക്കെ നന്ദി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 8ാമത് കേരള സ്റ്റേറ്റ് പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2025-26 അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം ആദരണീയനായ എം വിജയകുമാർ സാർ അവരെ ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ 8ാമത് കേരള സ്റ്റേറ്റ് പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ മുഖ്യാതിഥിയായിട്ട് ഈ വേദിയിലുള്ള ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ KR ജ്യോതിലാൽ IAS, നമ്മെ സ്വാഗതം ചെയ്ത അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി, മാത്രമല്ല എല്ലാം ആണ്. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റാണ്. ജനറൽ സെക്രട്ടറിയാണ് ശ്രീ P. ശശിധരൻ നായർ. ചീഫ് ഗസ്റ്റായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീമതി KC ലേഖ, സ്പോർട്സിൻ്റെ
വളരെ പ്രധാനപ്പെട്ടയാളാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയാണ് കരമന ഹരി. ഈ അസോസിയേഷനെ നയിക്കുന്ന ഫാദർ മാത്യു കരിയാത്തൻ. അതേപോലെ ജോബി വന്നിട്ടില്ല. ജോബി ഇന്നലെ ഉണ്ടായിരുന്നു. ജോബിയൊക്കെ ഉണ്ട്. നിസാർ, ബാക്കിയെല്ലാ സംഘടനാ ഭാരവാഹികളെ, സ്നേഹനിധികളായ സ്പോർട്സ് താരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നലെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് പോലീസ് സ്റ്റേഡിയത്തിൽ, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്നത് രാവിലെ. അപ്പോൾ ആ അന്തരീക്ഷമല്ല ഇവിടെ. അത് വലിയ പാർട്ടിസിപ്പേഷനൊക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാം ഉദ്ഘാടന സമയത്ത് വെയിലത്താണ്. ഒരു വെയിലാണ്. അതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചില്ല, ഓർക്കുന്നില്ല. കാരണം സംസാരിക്കാൻ പാടില്ല. അവർ വെയിൽ കൊണ്ടുവരും. സ്പോർട്സിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ന് വളരെ മനോഹരമായ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല ഇൻഡോർ സ്റ്റേഡിയം ഏതാ? ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയമാണ്. നാഷണൽ ഗെയിംസിൻ്റെ വേദിയായി മാറിയിട്ടുള്ള ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയമാണ്. അന്ന് അതിനുവേണ്ടി 8 കോടി രൂപയാണ് അനുവദിച്ചത് നമ്മളന്ന്. അങ്ങനെയുള്ള ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അഭിമാനകരമായിട്ടുള്ള ഈ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറയാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിയേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമില്ല, അല്ലേ? സ്പോർട്സ് എന്ന് പറയുന്നത് തന്നെ, സ്പോർട്സിൻ്റെ സ്ലോഗൻ സ്പോർട്സ് ഫോർ ഓൾ, ഹെൽത്ത് ഫോർ ആൾ. എല്ലാവർക്കും സ്പോർട്സാണ്. അതാണ് സ്പോർട്സ്. അല്ലാതെ കുറച്ച് പേരുടെ കാര്യം. എല്ലാവർക്കും സ്പോർട്സും എല്ലാവർക്കും ആരോഗ്യവും, അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പിന്തള്ളപ്പെട്ടു പോയി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അതാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ചാമ്പ്യൻഷിപ്പോട് കൂടി അഭിമാനിക്കാം. പിന്തള്ളപ്പെടുകയില്ല. ഏറ്റവും കൂടുതൽ പരിഗണന ഇനി കേരളത്തിൽ ലഭിക്കാൻ പോകുന്നത് പാരാലിമ്പിക്സിലാണ്. ഇതിനാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ ഉദ്ഘാടകനായിട്ടുള്ള ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ ശ്രീ ജ്യോതിലാൽ. ഇന്നലെ നിങ്ങളൊരു കാഴ്ച കണ്ടു. പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ് വൈസ് ചെയർമാൻ. അദ്ദേഹം പ്രത്യേകം ക്ഷണിക്കാതെ വരികയും 2 മണിക്കൂർ ആ വേദിയിൽ ഇരുന്നിട്ട് എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ വിളിക്കുകയല്ല, എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം ഞങ്ങളിതിൻ്റെ കൂടെയുണ്ട്. കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡ്, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ്, കേരളത്തിൻ്റെ സർക്കാർ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് മറ്റാർക്കുമല്ല, നമുക്കായിരിക്കുമെന്ന കാര്യം കൂടി ഞാൻ പറയും. അദ്ദേഹം പറഞ്ഞു, ആ രൂപത്തിൽ വലിയ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതെന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ടെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ഈ ചാമ്പ്യൻഷിപ്പ് കേരള സ്റ്റേറ്റ് പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2025-26 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേരളത്തിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ KR ജ്യോതിലാൽ IAS ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ M. വിജയകുമാർ സാർ,
ആദരണീയനായ ശ്രീ ശശിധരൻ നായർ, ശ്രീമതി KC ലേഖ, ശ്രീ കരമന ഹരി, ഫാദർ മാത്യു, ശ്രീ നിസാർ, ഇന്ന് പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിട്ടുള്ള കായിക താരങ്ങളെ, അവരുടെ പേരൻസ്, യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുൻ സ്പോർട്സ് മിനിസ്റ്റർ കൂടിയായ വിജയകുമാർ സാർ ഇരിക്കുമ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്തതിലൊരു അനൗചിത്യമുണ്ട്. സാറ് നടത്തിപ്പുകാരനായതുകൊണ്ടാണെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നത്. സാറ് സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എനിക്ക് ധാരാളം ഇൻട്രസ്റ്റ് എടുത്ത് പല സ്ഥലങ്ങളിൽ, ഞാൻ അന്ന് കണ്ണൂർ കളക്ടറായിരുന്നു, എനിക്ക് തോന്നുന്നു സാർ അന്ന് അവിടെ വന്നിട്ട് അവിടെ വലിയ സ്പോർട്സിനുള്ള ഈവൻ നമ്മളെ പാരാഗ്ലൈഡിങ് അങ്ങനെ പല അഡ്വഞ്ചർ സ്പോർട്സ് അക്കാഡമി തുടങ്ങി അങ്ങനെ കുറേ മുഴപ്പിലങ്ങാടിൽ അങ്ങനെ ധാരാളം പണികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള പാർട്ടിസിപ്പൻസിൽ ആരോ പറഞ്ഞ് മമ്മൂട്ടി മോഹൻലാലിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈക്സ് വരുന്ന മോർ ദാൻ 1 crore ലൈക്സ് ഉള്ള അവരെ എനിക്ക് തോന്നുന്നു അവരാണ് റിയൽ ഹീറോസ്. ഒന്ന് കൈ പൊക്കിയാൽ ഇത് കാണിക്കുന്നത് സ്പോർട്സിലെ, അതായത് സാധാരണ നമ്മൾ പാരാ ഒളിമ്പിക്സിലായാലും എല്ലാവരും ഒളിമ്പിക്സിനെ കുറിച്ച് എല്ലാവരും പറയും, പക്ഷെ പാരാ ഒളിമ്പിക്സിലുള്ളവരെയാണ് ആക്ച്വലി they need to be they deserve that credit. ഇന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ് ഏറ്റവും നല്ല ഇപ്പം നാഷണൽ ഗെയിംസ് വന്നതോടുകൂടി മിക്കവാറുള്ള എല്ലാ സ്റ്റേഡിയംസിലും നിങ്ങൾ ശരിയായിട്ടുണ്ട്. നല്ല കോച്ചസ്, നല്ല സ്റ്റേഡിയം, അതോടൊപ്പം ഇതിൻ്റെ മെയിൻ്റനൻസ്, അതിന് എനിക്ക് തോന്നുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കൂടുതൽ, അതായത് 50 വർഷം കൊണ്ട് നമ്മൾ വീട് വയ്ക്കുമ്പോൾ 50 വർഷം കൊണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ 30 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന രീതിയിൽ സബ്സ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ EMI ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതാണ് കിഫ്ബി ഉദ്ദേശിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പലരും തടസ്സങ്ങളെല്ലാം വന്നെങ്കിലും എനിക്ക് തോന്നുന്നു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറുകയാണെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാശ് ഉൾപ്പെടെ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മോഡലിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്ന ബെസ്റ്റ് മെയിൻറ്റെയിൻഡ് സ്റ്റേഡിയംസ് ആൻഡ് അതോടൊപ്പം കോച്ചസ്, ബെസ്റ്റ് വേൾഡ് ക്ലാസ് കോച്ചസിനെ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ മുൻപ് സിയോളിൽ പോയ സമയത്ത് അവിടെ പറഞ്ഞത് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ഒരു കുട്ടി രാത്രി എന്തൊരു സ്കേറ്റിങ്ങിനാണെന്ന്, അവരുടെ അച്ഛൻ ഇത്രയും പൈസയൊന്നും ചിലവാക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ മറ്റു കുട്ടികളുടേന്ന് അത് കൊടുത്തിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് രാത്രി ആണ് സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്തത്. അവസാനം ആ ഒളിമ്പിക്സിൽ അവർ മെഡലും കിട്ടി. സോ അന്നേരം അത്രത്തോളമാണ് സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻസ്. ബഹുമാനപ്പെട്ട മുൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു അടുത്ത ബഡ്ജറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനും എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് പ്ലാൻ ഫൈനലൈസ് ചെയ്ത് ഫൈനാൻസിൽ തരുന്നു, ഫൈനാൻസ് അത് ബഡ്ജറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അതിൽ നല്ലൊരു ശതമാനം ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു സ്പോർട്സിനാണ് ഏറ്റവും കുറച്ച് നമ്മൾ അലോക്കേഷൻ വയ്ക്കാറുള്ളത്. ഇത്തവണ അതിനെന്തോ ഒരു മാറ്റം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ കണക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടത്തുന്നതിന് 50 ലക്ഷം രൂപയെ ആവത്തുള്ളൂ. അതൊരു വലിയ എമൗണ്ട് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും എനിക്ക് തോന്നുന്നു അതിന് കഴിയട്ടെ, അതിന് കഴിയും എന്ന് ആശംസിക്കുകയാണ്. അത് നാഷണലിൽ മാത്രമല്ല 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് കൊണ്ടുവരുന്നതിനൊരു ശ്രമമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒളിമ്പിക്സ് ഉൾപ്പെടെ പാരാ ഒളിമ്പിക്സ് ഉൾപ്പെടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള രീതിയിൽ നമ്മുടെ സ്റ്റേഡിയംസ് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവട്ടെ. നിങ്ങൾക്കുള്ള സ്പോർട്സ് നമ്മൾ 2 രംഗത്താണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ നേടാൻ കഴിയുന്നത്. ഒന്ന് സ്പോർട്സ് രംഗത്തിൽ, കാരണം വി ആർ ലീഡേഴ്സ് ഇൻ ഇന്ത്യ. സോ അതിന് ആ ഇൻഫ്രാസ്ട്രക്ചറും ആ ഒരു കോച്ചിങ് ആ ഫിനാൻഷ്യൽ സപ്പോർട്ടും കിട്ടുകയാണെങ്കിൽ വരും. 2 R&Dയും സയൻസ് ആൻഡ് ടെക്നോളജി, നോളജ് ബേസ്ഡ് എക്കണോമി, ഈ 2 രീതിയിലാണ് കേരളത്തിന് മുന്നേറാൻ കഴിയുന്നത്. അതിനുവേണ്ടി കഴിയട്ടെ. അതിനുവേണ്ടി എല്ലാവിധ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വാട്ട് എവർ സപ്പോർട്ട് വി ക്യാൻ ഡു വി വിൽ ഡെഫിനറ്റ്ലി ഡു. ലെറ്റ് us വർക്ക് ടുഗദർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ 8ാമത് സംസ്ഥാന സ്റ്റേറ്റ് പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുറ്റുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ നമ്മുടെ പ്രിയങ്കരനായ KR ജ്യോതിലാൽ സാറിന് നമ്മുടെ ഒരു ചെറിയ ഉപകാരം നമ്മുടെ ചെയർമാൻ കൊടുക്കുകയാണ്.
ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനായ KC ലേഖ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട വിജയകുമാർ സാർ, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ്റെ ഓഫീസറും കൂടെ ആയിട്ടുള്ള ജ്യോതിലാൽ സാർ, പ്രിയപ്പെട്ട ശശി സാർ, അതുപോലെ തന്നെ ഫാദർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കരമന ഹരി സാർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, വളരെയേറെ സന്തോഷം അല്ലെ. എല്ലാവരും ബാറ്റൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കളിക്കാൻ റെഡിയായിട്ട്. പ്രസംഗത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും ഞാൻ ഇന്ന് ഒരു ദിവസം, ഒറ്റ ദിവസമല്ലേ നമുക്ക് ഫ്രീ ആയി കിട്ടത്തില്ല, ബാക്കിയുള്ള ദിവസമൊക്കെ ഓട്ടത്തിലാണ്. അപ്പോൾ സത്യമായിട്ട് ഞാനിന്ന് ഇവിടെ വന്നത് നിങ്ങളെയൊക്കെ കാണാനും പ്രത്യേകിച്ച് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ശശി സാറിനോടുള്ള സ്നേഹം. അദ്ദേഹം ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ 3 മത്സരങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ അത്ലറ്റിക്സിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 500-ൽ പരം കായിക താരങ്ങൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അത് വളരെയേറെ സന്തോഷം. ഇപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞതുപോലെ വെയിലത്ത് നിന്ന് അല്ലെ അധികം പ്രസംഗിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല, എങ്കിലും ഇന്നലെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തു. ഓർഗനൈസിങ് വളരെ വളരെ മികച്ചതാണ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനിപ്പോൾ ശശി സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ പ്രസംഗിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ടിൽ ചെറിയൊരു മാറ്റം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജലദോഷമോ ബുദ്ധിമുട്ടുകളുണ്ടോ? അപ്പോൾ പറയാം ദിവസങ്ങളായി ഉറങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങളിലൂടെ എത്രത്തോളം വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നോക്കുകയാണ്. രണ്ടാമത് സ്പോർട്സിനോടുള്ള ഒരു താല്പര്യം. ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരും, ഇപ്പം ശശി സാറ്, ജ്യോതിലാൽ സാറ്, അതുപോലെ തന്നെ ഫാദർ, നിസാർ സാർ, എല്ലാവരും സ്പോർട്സിന് അത്രയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതിലേറെ സന്തോഷം തോന്നുകയാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ കളിക്കാൻ വന്നിട്ടുള്ള കൂട്ടുകാർ, നിങ്ങളെയൊക്കെ കാണാൻ തന്നെയാണ് വളരെയേറെ സന്തോഷം. ആ ഒരു സന്തോഷത്തിൽ എന്തായാലും പങ്കാളിയാവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ചീഫ് ഗസ്റ്റായിട്ടല്ല, ഒരു കായിക താരമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്പോർട്സ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ്. കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വേൾഡ് ചാമ്പ്യനും ഒരു ധ്യാൻചന്ദ് അവാർഡ് ജേതാവും ഞാൻ ഫിനാൻസിൽ ജോലി ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, അവിടെ എനിക്ക് സ്പോർട്സ് കോട്ട നിയമനം വഴിയാണ് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. സ്പോർട്സ് കോട്ട നിയമനം വഴി 2005-ൽ അസിസ്റ്റൻ്റായിട്ട് കയറിയതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലേ, ഞാൻ ഇന്ന് ഒരു കായിക താരമായതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിൽ അങ്ങനെയുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മളുടെ ആരുടെ മുമ്പിലും കയറി ചെല്ലുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഇല്ലേ? ഇപ്പം നമ്മൾ ഈ ഒരു മത്സരത്തിനൊന്നും പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ വീടുകളിൽ ഒതുങ്ങിപ്പോവും. ഇപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്ന പാരൻസ്, ഇല്ലെങ്കിൽ ഗുരുനാഥക്കന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും, പങ്കെടുക്കുന്നവർക്ക് വിജയിക്കലും തോൽക്കലും, നമ്മൾ എന്തായാലും ഒരു ചാമ്പ്യൻഷിപ്പിലാണെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് അത് തോൽവി വിജയം ഉണ്ടാകും. പക്ഷെ നമ്മളൊരു അല്പം പോയിന്റിന് അല്ലെങ്കിൽ അല്പ ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തോക്കുന്നതെങ്കിൽ ഒരു ചാലഞ്ച് ഏറ്റെടുക്കണം. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിൻ ചെയ്യും. കഴിഞ്ഞ വർഷം ഇതേ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരല്പം പുറകോട്ട് എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പല ബുദ്ധിമുട്ടുകളും ഓവർകം ചെയ്തിട്ടാണ് നമ്മളൊരു വിജയം അല്ലെങ്കിൽ ഒരു സക്സസ് എടുക്കുന്നത്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയാം. എൻ്റെ കൈയുടെ 2 എല്ലും ഒടിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വേൾഡ് ചാമ്പ്യൻ ആയത്. 14 സ്ക്രൂവും 2 റോഡും ഇട്ടതിന് ശേഷമാണ് ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് ഒക്കെ ആയിട്ടാണ്. പിന്നീട് ഒരിക്കലും ബോക്സിംഗ് റിങ്ങിലോട്ട് വരുന്നോ അല്ലെങ്കിൽ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ എല്ലാം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹാർഡ് വർക്ക്, എനിക്ക് ജയിക്കണം, ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടണം, നമ്മുടെ പതാക വാനോളം ഉയർത്തണം എന്നുള്ള ആ ഒറ്റ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അതിനൊക്കെ എൻ്റെ പല പ്രതിസന്ധികളെയും ഓവർകം ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മളൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ വന്നിട്ട് പല കൂട്ടുകാരെ അല്ലെ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവില്ലേ? എനിക്ക് നിങ്ങളിൽ തന്നെ എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട് എനിക്ക് ഒരുപാട് പേരെ ഇവിടെ കിട്ടി. അപ്പം നിങ്ങളെ കാണുമ്പോഴുള്ള സന്തോഷവും ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു സൗഹൃദം, ഇതൊക്കെ വളരെ അഭിമാനമായിട്ട് തോന്നുന്നു. ഇപ്പം ഇവിടെ ഒഫീഷ്യൽസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, എല്ലാവരെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ വേദിയിലിരിക്കുന്നവരുടെ ആശംസകൾ അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി. നന്ദി, നമസ്കാരം.